ഞങ്ങളൊരു ചെറിയ വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റോടുമുള്ള ഞങ്ങളുടെ വളർത്തു മൃഗങ്ങളൊക്കെയാണ്. പിന്നെ പൂച്ച, 2-3 പൂച്ചയുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു പട്ടി, അത് ലൂണ എന്നാണ് അതിൻ്റെ പേര്. അതിനെ ഞങ്ങളിപ്പം മേടിച്ചതാണ്. പിന്നെ അത് നല്ല സ്നേഹമുള്ള നായയാണ്. എവിടെ പോയാലും അത് കാത്തിരിക്കും വാതിൽക്കൽ, അങ്ങനെ വരുന്നവരെ. അങ്ങനെയുള്ളൊരു നായ്ക്കുട്ടിയാണ്. ഇത് ഞങ്ങളുടെ പൂച്ചകളാണ്. പൂച്ചകൾ 2-3 എണ്ണം ഉണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു മീൻകുളമുണ്ട്. പിന്നെ അതിൽ ധാരാളം മീനുണ്ട്. 100 കണക്കിന് കുഞ്ഞുങ്ങളുണ്ട്. അത് ഞങ്ങൾ തീറ്റ കൊടുത്ത് വളർത്തുന്നതാണ്. നല്ല കടയിൽ നിന്ന് തീറ്റ വാങ്ങിയിട്ട്, അല്ലാതെ മറ്റുള്ള തീറ്റകളൊന്നുമല്ല, അങ്ങനെ പാക്കറ്റ് തീറ്റകൾ വാങ്ങിയിട്ട് കൊടുക്കുന്നത്. സിലോപ്പിയ മീനാണ്. അവിടുന്ന് നമുക്ക് ഒരു 2-3 മീൻ പിടിക്കാം. ഇപ്പം ഇതിൽ കാണിക്കണമല്ലോ മീനുണ്ടോ ഇല്ലയോ എന്ന്. അതിനു വേണ്ടി ഞാനും പിള്ളേരും കൂടി പിടിക്കുന്നതാണ്. കുറേ പിന്നെ നോക്കിയാലേ വലയ്ക്കകത്ത് കയറുകയില്ല. കുറേ പ്രാവശ്യം ഇങ്ങനെ പിടിക്കണം, എന്നാലേ ഒരു വലയിൽ കയറുകയുള്ളൂ. കയറിയാലിങ്ങനെ പൊങ്ങി തുള്ളി അതിനകത്തോട്ട് തന്നെ പോകും. അങ്ങനെ ഞങ്ങൾ ഈയിടെ കുറേ പിടിച്ചായിരുന്നു. നല്ല മീനല്ലേ, ഇങ്ങനെ പൊരിക്കാനൊക്കെ നല്ല മീനാണ്. പിന്നെ ഇവിടെ ആരും കൂട്ടുകയില്ല. ഇവിടുത്തെ വീടിൻ്റെ ഓണറൊന്നും കൂട്ടുകയില്ല. പിന്നെ മോൻ കൂട്ടുകയില്ല. പിന്നെ ഞാനും നിഷയും അമ്മയും മാത്രമേ കൂട്ടുകയുള്ളൂ. ബാക്കി ആരും കൂട്ടുകയൊന്നുമില്ല. പിള്ളേരൊന്നും കൂട്ടുകയില്ല. നല്ല മീനാണ്. പിടിക്കുമ്പോഴൊക്കെ അപ്പുറത്തൊക്കെ ഉള്ളവർക്ക് കൊടുക്കും. അവർ വന്ന് കാണാറുണ്ട് ഇത് മീനിനെ. പിന്നെ തീറ്റ കൊടുക്കുമ്പോഴൊക്കെ, തീറ്റ കൊടുക്കുമ്പോൾ മാത്രമേ പൊങ്ങി വരുള്ളൂ, അല്ലെങ്കിൽ താഴെ വെള്ളത്തിനടിയിൽ. ഇപ്പോൾ വെള്ളമൊക്കെ ഇതായിട്ടുണ്ട്, നീല കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യണം വെള്ളം. അങ്ങനെ ഓരോന്ന് പിടിച്ച് എടുക്കുന്നത്. അതിപ്പോൾ ഈ മീൻ 6 മാസം വരെ അതിന് ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് ചത്തു പൊങ്ങും. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ പിടിച്ചെടുക്കണം. ഒരുമാതിരി വലിയ മീനാണ്. ഒരു 4 മീനുണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിൽ മതി. അത്ര ഉള്ള മീനാണ്. പിന്നെ വേറെ സൈസും ഉണ്ട് അതിനകത്ത് തന്നെ. അത് വലിയതാകുന്നത്, അത് വലുതായി മുട്ടയിട്ട് കുഞ്ഞ് വിരിയും. അങ്ങനെ ഉള്ള മീനുമുണ്ട്. സ്രാവ് പോലത്തെ മീൻ. ഇവിടുത്തെ ആങ്ങളയ്ക്ക് അതൊക്കെ വളർത്തുന്നത് നല്ല ഇഷ്ടമാണ്. ഇവിടെ വളർത്തുന്ന ഒന്നും അവൻ കഴിക്കില്ല. എന്നാലും എല്ലാം ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ്. എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് അത്രയല്ലേ സ്ഥലമുള്ളൂ. അവിടെ എല്ലാം വളർത്തുമ്പോൾ ഒരു സ്മെല്ലൊക്കെ ഇല്ലേ, അതുകൊണ്ടെല്ലാം ഞങ്ങൾ കൊടുത്തത്. ഇതിപ്പോൾ പിടിച്ച് ഞങ്ങൾ ഒരു ഇതിനകത്തിട്ടതാണ്. പിടിക്കാനൊരു നല്ലൊരു ഇതല്ലേ, കഴിച്ചില്ലേലും പിടിക്കാൻ നല്ല ഇതാണ്. അവനിപ്പോൾ അവൻ്റെ ഫ്രണ്ടിനൊക്കെ, പിന്നെ ഫ്രണ്ട്സുകളൊക്കെ വരുമ്പോൾ പിടിച്ചു കൊടുക്കും. അങ്ങനെ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട്. ഇങ്ങനെ പിന്നെ ആയി വരുന്നതേ ഉള്ളൂ, ചെറുതാണ്. ഇപ്പം ഞങ്ങൾ പിടിച്ചപ്പോൾ തന്നെ എന്തേരം കുഞ്ഞുങ്ങളാണ്. എന്നിട്ട് ഞങ്ങൾ അതിലോട്ട് കൊണ്ടിടുകയാണ് ചെയ്തത്. അത് കാണാൻ വരെ ഇല്ല, ഒരു കൊതുകിൻ്റെ അത്രയുള്ളത്. അതിപ്പോൾ പെട്ടെന്ന് വളരും. പിന്നെ ഇതിപ്പോൾ ഞങ്ങളൊരു തറയെടുക്കുന്നതാണ്. പിന്നെ മണ്ണ് കൊണ്ടുവന്നിട്ട് തറയെടുത്ത് അവിടെ ചെടിക്കൃഷി, ചെടികളൊക്കെ പാകാൻ, അതൊക്കെ അവന് വലിയ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. ചെടി, പച്ചക്കറിയൊന്നും അവൻ കഴിക്കാറില്ല. എന്നാലും പച്ചക്കറി നട്ട് വീടിൻ്റെ ചുറ്റോട് ഇതൊക്കെ ചെയ്യുന്ന കാണാനും ഒക്കെ നല്ല ഒരു ഇഷ്ടമാണ്. പിടിച്ച് ബക്കറ്റിലിട്ടതാണേ. പിന്നെ പിടിക്കുമ്പോൾ ഇല്ലേ തുള്ളും. എൻ്റെ കൈ മുറിഞ്ഞു പിടിച്ചപ്പോൾ.